ഹലോ ഫ്രണ്ട്സ്, സബ്സ്ക്രൈബേഴ്സ് ചോദിച്ചിട്ടുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ. എങ്ങനെയാണ് ഒരു തമ്പനെയിൽ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയേക്കാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപേ ആദ്യമായിട്ടാണ് എൻ്റെ ഒരു ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനലും കൂടെ സബ്സ്ക്രൈബ് ചെയ്ത് എന്നെയും സപ്പോർട്ട് ചെയ്യാം. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണും കൂടെ എനേബിൾ ചെയ്ത് അതിൽ ഓൾ എന്ന് പറയുന്ന ഓപ്ഷനും കൂടെ സെലക്ട് ചെയ്യുകയാണെങ്കിൽ ഞാനിതുപോലെ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻസ് ഫോണിനുള്ളിൽ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് വീഡിയോ കാണാം. ഗൂഗിൾ പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്യുക. പ്ലേ സ്റ്റോറിനുള്ളിൽ കവർ മേക്കർ എന്ന് സെർച്ച് ചെയ്യുക. അപ്പോൾ ഇത്തരത്തിൽ ലിസ്റ്റ് ചെയ്ത് വരുന്ന ആപ്ലിക്കേഷനകത്ത് രണ്ടാമത് കിടക്കുന്നത് കവർ ഫോട്ടോ മേക്കർ ബാനേഴ്സ് എന്നുള്ള ആ ഒരു ആപ്ലിക്കേഷനാണ് നമുക്ക് ആവശ്യമുള്ളത്. അതാദ്യമേ ഇൻസ്റ്റാൾ ചെയ്തെടുക്കുക. ആപ്ലിക്കേഷൻ ഇൻസ്റ്റാളായി വന്നിട്ടുണ്ട്. ഓപ്പൺ ചെയ്യുക. അപ്പോൾ ഇതുപോലെ ഒരു ഇൻ്റർഫേസ് ആയിരിക്കും വരുന്നത്. ക്രിയേറ്റ് കവർന്ന് കൊടുക്കുക. താഴേക്ക് വരുമ്പോൾ യൂട്യൂബ് എന്ന് പറഞ്ഞൊരു ഓപ്ഷനുണ്ട്. അതിൽ തമ്പനെയിൽ എന്നുള്ളത് എടുക്കുക. ഇനി നമ്മുടെ ഗാലറിക്കുള്ളിൽ നിന്ന് നമ്മൾ തമ്പനെയിൽ റൈറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആ ഒരു പിക്ചർ അപ്ലോഡ് ചെയ്തെടുക്കുക. അപ്പോൾ ഈ ഒരു പിക്ചറാണ് ഞാൻ ഇപ്പോൾ തമ്പനെയിൽ ക്രിയേറ്റ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. ഇത് ജസ്റ്റ് ഇങ്ങനെയൊക്കെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. അപ്പോൾ തമ്പനെയിൽ നമുക്ക് ആവശ്യമുള്ള താഴത്തെ ആ സൈസ് നോക്കുക, 81%. അപ്പോൾ ആ ഒരു ഇപ്പം ഈ സ്ക്രീനെ കാണുന്ന പോലെ ഈ ഒരു സൈസാണ് നമുക്ക് തമ്പനെയിലിന് വേണ്ടത്. ടിക്ക് മാർക്ക് കൊടുക്കുക. ഇതുപോലെ ആർട്സ് കയറി വരും. ആ ഒരു ആർട്സ് നമ്മൾ ക്ലോസ് ചെയ്താൽ മതിയാവും. ഇതിനകത്ത് നമുക്ക് ടെക്സ്റ്റ് ആഡ് ചെയ്യണം. പ്രൊഫഷണൽ തമ്പനെയിൽ നിർമ്മിക്കാം 5 മിനിറ്റ് എന്നാണ് ഞാൻ ആഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. താഴെ ടെക്സ്റ്റ് എന്നുള്ള ഓപ്ഷൻ കൊടുക്കുന്നു. ഇവിടെ ടെക്സ്റ്റ് എനിക്ക് ആഡ് ചെയ്യാം. അപ്പോൾ ഞാൻ എഴുതാൻ ഉദ്ദേശിക്കുന്ന കാര്യം അവിടെ എഴുതി കൊടുക്കുകയാണ്. പ്രൊഫഷണൽ എന്നുള്ളത് ഒരു ലൈനിലാണ് കൊടുക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഒരു പച്ച കളറായതുകൊണ്ട് അത് നമ്മൾ ഇവിടുന്ന് ജസ്റ്റ് നോക്കുമ്പോഴത്തേക്കിന് പെട്ടെന്ന് വായിച്ചെടുക്കാനായിട്ട് പാടാണ്. അപ്പോൾ ഇതിനൊരു ബാക്ക്ഗ്രൗണ്ട് എനിക്ക് കൊടുക്കണം. ഞാനത് ജസ്റ്റ് ഒരു ബോക്സിനകത്ത് ഈ രീതിയിലൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുകയാണ്. അതിനുശേഷം കുറച്ചും കൂടെ ഭംഗിയാക്കാനായിട്ട് ഫോണ്ടൊന്ന് മാറ്റാം. അപ്പോൾ നല്ല ഭംഗിയുള്ള ധാരാളം ഫോണ്ടുകൾ ഇതിനകത്ത് ലഭ്യമാണ്. നമുക്കിഷ്ടമുള്ളൊരു ഫോണ്ട് ഇതിനകത്തൊന്ന് സെലക്ട് ചെയ്യാം. അപ്പോൾ ഒരു ഫോണ്ട് ഞാൻ സെലക്ട് ചെയ്തു. ഇനി ഇതിൻ്റെ കളർ ഞാൻ മാറ്റാനായിട്ട് ഉദ്ദേശിക്കുകയാണ്. വൈറ്റ് കളറാക്കുകയാണ് ഞാൻ. അതിനുശേഷം ഇപ്പോഴും നോക്കുമ്പോഴത്തേക്കിനത് വായിച്ചെടുക്കാനായിട്ട് പാടാം, ബാക്ക്ഗ്രൗണ്ട് ഗ്രീൻ ആയതുകൊണ്ട്. അപ്പം ആ ഒരു എഴുതിയിരിക്കുന്നതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ചേഞ്ച് ചെയ്യാനായിട്ട് ഇവിടെ ബാക്ക്ഗ്രൗണ്ട് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അത് സെലക്ട് ചെയ്യാം. ബാക്ക്ഗ്രൗണ്ട് നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന കളർ സെലക്ട് ചെയ്യാം. ഞാനിപ്പോൾ റെഡാണ് സെലക്ട് ചെയ്യുന്നത്. അതിനുശേഷം താഴെ ഒപ്പേസിറ്റി എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. ഇതങ്ങ് മാക്സിമൈസ് ചെയ്തെടുക്കുക. അപ്പോൾ ഈ രീതിയിൽ നല്ല സെറ്റപ്പായിട്ട് അവിടെ എഴുതി വരുന്നതായിരിക്കും. അതുപോലെ തന്നെ താഴെ ഞാൻ തമ്പനെയിൽ എന്നും കൂടെ ആഡ് ചെയ്യുകയാണ്. വളരെ മനോഹരമായിട്ട് നമ്മൾ എഴുതി. ഇനി അതിന് താഴെ നിർമ്മിക്കാം എന്നുള്ളത് മലയാളത്തിലാണ് എഴുതാൻ ഉദ്ദേശിക്കുന്നത്. അടുത്തത് ടെക്സ്റ്റ് വീണ്ടും എടുക്കുക. നമ്മളുടെ ഫോണിനുള്ളിലെ കീപാഡൊക്കെ മിക്കവാറും മംഗ്ലീഷ് കീപാഡുകളായിരിക്കുമല്ലോ. അപ്പോൾ അതിനനുസരിച്ചിട്ട് നമുക്ക് ഇവിടുന്ന് സെലക്ട് ചെയ്ത് കൊടുത്താൽ മതി. ആഡ് ചെയ്യാം. അതും ഈ പറഞ്ഞതുപോലെ ഒന്ന് കറക്റ്റായിട്ട് നല്ല ഭംഗിയായിട്ട് നമുക്കൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാം. പിന്നെ മലയാളത്തിൻ്റെ ഫോണ്ട് എന്ന് പറയുമ്പോഴത്തേക്കിന് നമ്മൾ ആ ഒരു ഫോണ്ടിൻ്റെ ഓപ്ഷൻ സെലക്ട് ചെയ്തതിന് ശേഷം ഇവിടെ താഴേക്ക് വരുമ്പോഴേക്കും താഴെ ഇവിടെ ഒരു ഇറ്റാലിക്സിലൊരു ഫോണ്ട് കിടപ്പുണ്ട്. അതിൻ്റെ മേളിലോട്ട് നോക്കുമ്പോൾ രണ്ടാമതൊരു ടാപ്പ് ടു സെലക്ട് ഫോണ്ട് എന്നൊരു ഓപ്ഷനുണ്ട്. അത് കൊടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ ബോൾഡായിട്ട് നല്ല ഒറ്റ നോട്ടത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിൽ ഇതുപോലൊരു ഫോണ്ട് കിട്ടും. ഇനി അതിൻ്റെ താഴെയായിട്ട് 5 മിനിറ്റ് എന്നും കൂടെ ഞാൻ കൊടുക്കാനായിട്ട് ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പം 5 മിനിറ്റ് എന്നും കൂടെ ആഡ് ചെയ്യുകയാണ്. എന്നിട്ട് ഇത് നമുക്കിഷ്ടമുള്ള രീതിയിൽ ഇത് ചെറുതൊക്കെ ആക്കിയിട്ട് ഈ താഴെ കൊണ്ടുവച്ചിട്ട് അതിൻ്റെ ഫോണ്ടും നമുക്കിഷ്ടമുള്ള രീതിയിൽ ചേഞ്ചൊക്കെ കൊടുക്കാം. അപ്പോൾ അതൊരു വെറൈറ്റി ആയിട്ടുള്ള ഒരു ഫോണ്ട് അങ്ങ് കൊടുത്തു. പെട്ടെന്ന് അട്രാക്റ്റ് ചെയ്യാനായിട്ട് കളർ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇപ്പം ഗ്രീൻ ബാക്ക്ഗ്രൗണ്ട് ആയതുകൊണ്ട് ഒരു യെല്ലോ കൊടുക്കുന്നതായിരിക്കും നല്ലത്. എന്നിട്ട് അതിന് നമുക്ക് കുറച്ചൊന്ന് ഷാഡോയും കൂടെ കൊടുത്തു കഴിഞ്ഞാൽ കുറച്ചും കൂടി അത് തിളങ്ങി നിൽക്കും. അപ്പോൾ ജസ്റ്റ് സെലക്ട് ചെയ്തതിന് ശേഷം ഷാഡോ എന്നുള്ള ഓപ്ഷൻ എടുക്കുക. എന്നിട്ട് താഴെ ഒപ്പാസിറ്റി എന്നുള്ളത് ഒരു മിഡിൽ പോർഷനിലേക്ക് കൊണ്ടുവെക്കുക. അപ്പോൾ അത് കുറച്ചും കൂടെ ഒന്ന് ഡാർക്ക് ആയിക്കോളും. യൂട്യൂബിൻ്റെ തമ്പനെയിലാണല്ലോ ക്രിയേറ്റ് ചെയ്യുന്നത്. വേണമെന്നുണ്ടെങ്കിൽ യൂട്യൂബിൻ്റെ ഒരു ലോഗോയും കൂടെ നമുക്ക് ഇതിനകത്തോട്ട് ആഡ് ചെയ്യാം. ഇമേജ് എന്നുള്ള ഓപ്ഷൻ കൊടുക്കുക. അപ്പോൾ നമ്മുടെ ഫോൺ ഗാലറിയിലേക്ക് പോകും. ഡൗൺലോഡ് ചെയ്തിട്ടിരിക്കുന്ന ഇമേജിനെ നമുക്ക് ഇങ്ങോട്ടേക്ക് കൊണ്ടുവരാൻ സാധിക്കും. ഇപ്പോൾ ഈ ഒരു ഇമേജ് ഞാൻ ഇങ്ങോട്ട് അപ്ലോഡ് ചെയ്തു. ഇനി അത് നമുക്കിഷ്ടമുള്ള സൈസാക്കാനായിട്ട് സാധിക്കും. എങ്ങോട്ടാണോ മാറ്റി വെക്കേണ്ടത് അങ്ങോട്ടേക്ക് നമുക്ക് ഈ രീതിയിൽ ഇങ്ങനെ മാറ്റി വെക്കാനായിട്ട് സാധിക്കും. ഇനി ഇതിന് മുകളിലുള്ള ഈ ഒരു ഡൗൺലോഡ് ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ നമ്മളുടെ ഗാലറിയിലേക്ക് ഈ ഒരു തമ്പനെയിൽ സേവ് ആകുന്നതാണ്. ഇനി ഈ ആപ്പിൻ്റെ ചില പ്രത്യേകതകൾ ഞാൻ പറയാം. നമുക്കിപ്പോൾ പെട്ടെന്നൊരു തമ്പനെയിൽ ക്രിയേറ്റ് ചെയ്യണമെന്നിരിക്കട്ടെ. നമുക്കാണെങ്കിൽ സമയവും ഇല്ല ക്രിയേറ്റ് ചെയ്യാനായിട്ട്. അപ്പം ഈ ഒരു ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഓൾറെഡി നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ട തമ്പനെയിൽസൊക്കെ ഇവിടുന്ന് കിട്ടും. മൈ എഡിറ്റ് കവർ എന്നുള്ള ഓപ്ഷൻ എടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഓൾറെഡി ക്രിയേറ്റ് ചെയ്തിട്ടിരിക്കുന്ന തമ്പനെയിൽസൊക്കെ നമുക്ക് ഇവിടുന്ന് കിട്ടും.
അപ്പോൾ അത് ജസ്റ്റ് സെലക്ട് ചെയ്തതിന് ശേഷം ഇങ്ങനെ വരും. അപ്പോൾ കണ്ടിന്യൂ എന്ന് കൊടുക്കുക. എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം, നമുക്കിവിടെ എന്തെങ്കിലുമൊക്കെ എഡിറ്റിംഗ് ഒക്കെ വരുത്തിയിട്ട് അതൊരു പുതിയൊരു തമ്പനയിലാക്കി നമുക്ക് മാറ്റാനായിട്ട് സാധിക്കും, ഡൗൺലോഡ് ചെയ്തെടുക്കാനായിട്ടും സാധിക്കും. ഇത് ഈ ഒരു ആപ്പിൻ്റെ അടിപൊളി ഫീച്ചറാണ്. അപ്പോൾ ഫോണിൻ്റെ ഗാലറിയിലേക്ക് ഇതുപോലെ സേവ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിനെ ഡയറക്റ്റ് ഇവിടുന്ന് നമുക്ക് യൂട്യൂബിലെ നമ്മളുടെ വീഡിയോയിലേക്ക് തമ്പനയിലായിട്ട് അപ്ലോഡ് ചെയ്യാനായിട്ട് കഴിയുന്നതാണ്. ഇപ്പോൾ തമ്പനയിൽ വെക്കാനായിട്ടുള്ളൊരു പിക്ചർ എൻ്റെ ഫോൺ ഗാലറിക്കകത്ത് ഓൾറെഡി ഉള്ളത് എടുത്ത് വെച്ചിട്ടാണ് തമ്പനയിൽ എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുന്നതെന്ന് ഞാൻ കാണിച്ചു തന്നത്. ഇനി സാധാരണ ഒരു പിക്ചർ എടുത്തതിന് ശേഷം അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് എങ്ങനെയാണ് ബ്ലർ ചെയ്യുന്നത്, ബാക്ക്ഗ്രൗണ്ട് എങ്ങനെയാണ് മാറ്റുന്നതെന്നൊക്കെ അടുത്ത ദിവസത്തെ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തുന്നതായിരിക്കും. അപ്പോൾ ഇതുപോലെയുള്ള യൂസ്ഫുൾ ആയിട്ടുള്ള റീസെൻറ്റ് വീഡിയോസ് കിട്ടാനായിട്ട് നമ്മുടെ ചാനലും കൂടെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാം. അപ്പോൾ പുതിയൊരു ഇൻഫോർമേറ്റീവ് വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ഗുഡ് ബൈ.